മണ്ഡലം ചുറ്റി മഹിളകൾ പറവൂർ മണ്ഡലത്തിലെ വരാപ്പുഴയിലെത്തിയപ്പോൾ പ്രാദേശിക ആവശ്യങ്ങളും വിമർശനങ്ങളുമായി നാട്ടുകാരുടെ വാദപ്രതിവാദം. വരാപ്പുഴയിൽ നിന്ന് അനുജ രാജേഷും ക്രിസ്റ്റിന ചെറിയാനും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അങ്ങനെ മണ്ഡലം ചുറ്റിയുള്ള നമ്മുടെ ഇന്നത്തെ പര്യടനം അവസാനിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പറവൂരിന്റെ ആ ഒരു എഡ്ജിലാണ്, ആ ഒരു മണ്ഡലത്തിന്റെ അതിർത്തിയിലാണ്. വരാപ്പുഴ എന്ന് പറയുമ്പോൾ കൂടുതലും ചെറുകിട കച്ചവടക്കാര്, മത്സ്യബന്ധനം നടത്തുന്നവർ, ഇവിടുത്തെ മത്സ്യ മാർക്കറ്റൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഞായറാഴ്ചകളിൽ ഏറെ തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള സവിശേഷമായ ആവശ്യങ്ങളുണ്ടാവും, പിന്നെ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അപ്പൊ അതെന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. അതെ, നമുക്കൊപ്പം കുറച്ച് നാട്ടുകാരുണ്ട്, അവരോട് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചറിയാം. എല്ലാവരും പറവൂരുകാരാണല്ലോ. അപ്പോൾ ഇലക്ഷൻ അടുത്ത് വരികയാണ്. 25-ാം വർഷം കഴിഞ്ഞ് 26-ാം വർഷത്തിലേക്ക് വി.ഡി. സതീശൻ ഒരു അംഗം കൂടി പയറ്റാൻ ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ അല്പസമയം മുൻപാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. അപ്പോൾ പറവൂരിൽ വി.ഡി. സതീശൻ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പട്ടിക ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തുടരണോ അതോ ഒരു മാറ്റം വരണോ? 25 വർഷം എന്ന് പറയുമ്പോൾ ഒരു ദീർഘ കാലയളവാണ്. ഈ 25 വർഷത്തെ വി.ഡി. സതീശൻ്റെ പ്രവർത്തനം നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ വരാപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ അടിസ്ഥാന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അമ്പേ പരാജയമാണ് MLA. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തൊട്ടപ്പുറത്ത് കാണുന്ന വരാപ്പുഴ മത്സ്യ മാർക്കറ്റ്. എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ മത്സ്യ മാർക്കറ്റാണ്. അവിടുത്തെ ഏറ്റവും അടിസ്ഥാന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിന്യം സംസ്കരിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. MLA ഒരു പദ്ധതിക്ക് അവിടെ തുടക്കമിട്ട് ഒരു കല്ലിട്ട് അത് ഉദ്ഘാടനം നടത്തി. പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും ഒരു ഇല അനക്കാൻ പറ്റിയില്ല. അതിനുശേഷം 100 ലക്ഷം രൂപ അനുഭവിച്ചെന്നും പറഞ്ഞ് ടൗൺ മുഴുവൻ ഫ്ലെക്സ് വെച്ചിട്ട് കുടുംബശ്രീ പ്രവർത്തകരെ കൊണ്ട് ആനയും അമ്പാരിയും വാദ്യമേളങ്ങളും ആയിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്ന് ഒരു ഉദ്ഘാടനം കൂടി നടത്തി. ഒരു വർഷം കഴിഞ്ഞിട്ട് ആ പദ്ധതി അങ്ങനെ തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ മൂന്നാമതൊരു ഉദ്ഘാടനം കൂടി നടത്തി. എന്നിട്ടും കല്ല് പോലും ഇപ്പൊ കാണാനില്ല. മാർക്കറ്റിലേക്ക് നിങ്ങൾ കയറിയാൽ മൂക്കുപൊത്തി കയറേണ്ട സ്ഥിതിയാണ്. ഈ ചേട്ടനോട് ചോദിക്കും, ചേട്ടൻ കുറെ നേരമായിട്ട് ചേട്ടാ നമ്മളെ ഇപ്പൊ ഈ രാവിലെ തൊട്ട് വരുന്ന വഴിയിലെല്ലാം നമ്മളോട് ആൾക്കാർ പറയുന്ന ഇതിന് സമാനമായ കാര്യങ്ങളാണ്. അപ്പൊ നമുക്കൊരു സംശയം, ഇനി പ്രതിപക്ഷ നേതാവായപ്പോ VDSന് ഈ പറയുന്ന പോലെ സമയം കിട്ടാത്തതാണോ മണ്ഡലം നോക്കാൻ എന്നൊക്കെ. അപ്പൊ ഇവർക്ക് ഈ പറയുന്ന ആരോപണത്തിന് എന്താ മറുപടി പറയാനുള്ളത്? വരാപ്പുഴയിൽ നിന്നല്ല, പറവൂര് നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ് വി.ഡി. സതീശൻ. പുനർജനി എന്നൊരു പദ്ധതി മാത്രം മതി വി.ഡി. സതീശനെ എന്തോ ഒരിക്കലും ആരോപണങ്ങൾ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതുവരെ ഒരു ആരോപണം, അടിസ്ഥാനപരമായ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോ എന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞല്ലോ, കുടിവെള്ള പദ്ധതിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. കിഫ്ബി എന്ന് പറഞ്ഞുകൊണ്ട് കിണ്ടി എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളാണ്, നിങ്ങൾ എല്ലാവർക്കും അറിയാലോ. കിഫ്ബിയെ കിണ്ടി എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളാണ് വി.ഡി. സതീശൻ. 20.56 കോടി രൂപ മുടക്കി കിഫ്ബിയിൽ നിന്ന് ഫണ്ട് മുടക്കിയാണ് ഇവിടുത്തെ ഓവർഹെഡ് ടാങ്ക് നമ്മൾ നിർമ്മിച്ചത്. ഒരു കടലാസ് കഷ്ണം പോലും എഴുതി കൊടുക്കാതെയാണ് സംസ്ഥാന സർക്കാർ ആ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചു. ഞാൻ പറഞ്ഞോട്ടെ ഇപ്പൊ പറഞ്ഞല്ലോ, സതീശൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു, MLA കൊണ്ടുവന്നത്. MLA അതിന് ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇവിടെ ആര് ജയിക്കും? സതീശൻ ജയിക്കും. വി.ഡി. സതീശൻ ഉറപ്പായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് വരും. നമുക്ക് നമ്മുടെ ഇന്നത്തെ മണ്ഡലം ചുറ്റിയുള്ള പര്യടനം അവസാനിപ്പിക്കാം. നമ്മൾ സൈനിങ് ഓഫ് ഫ്രം വരാപ്പുഴ. വീണ്ടും നാളെ മറ്റൊരു മണ്ഡലത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.